നമ്മുടെ ശാസ്ത്ര ലോകം ഇത്രയും പുരോഗമിച്ചു വളർന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് മാറ്റാത്തത്? സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്മെല്ലിന്റെ പ്രത്യേകത നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലേവറും കളറിംഗ് ഏജന്റും, അതുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത്. അത് ഓൾറെഡി നമ്മുടെ കേരളത്തിലുള്ള ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ ഈ സ്മെല്ലിനോട് ഭയങ്കര അഡിക്ഷൻ ആണ് അവർക്ക്. നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ്, അപ്പം അതൊരു കാര്യമാണ്. ചില സുഹൃത്തുക്കൾ പറയുന്നതേ 2 എണ്ണ അടിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ എവിടെയെങ്കിലും പോയെന്ന് കഴിഞ്ഞാൽ ഇതാ വന്നു മദ്യപാനി ഈ സ്മെല്ല് പിടിക്കും. ചിലപ്പോൾ 2 എണ്ണ അടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ത് ചെയ്യല്ലേ, പാവല്ലേ? നമ്മള് ഫ്ലേവർ മാറ്റി ട്രയൽ നടത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊരു അക്സെപ്റ്റൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ആലോചിക്കുന്നുണ്ടാക്കാൻ ഫ്ലേവർ മാറ്റി സ്മെല്ലില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഡിഫറെന്റ് സ്മെല്ലിൽ ഉണ്ടാക്കാൻ പറ്റും. ഡിഫറെന്റ് സ്മെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്മെല്ലല്ലാതെ നമുക്ക് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ, ജ്യൂസ് ഫ്ലേവേഴ്സ് പോലെ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ അക്സെപ്റ്റൻസ് എത്രമാത്രമാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാണ് ഇത് പാക്ക് ചെയ്ത് വിടുന്നത്. അതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ പരമായിട്ട് വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉള്ളതില്ല.